പയ്യോളി മുനിസിപ്പാലിറ്റി 21ാം ഡിവിഷനിലെ LDFിൻ്റെ സ്ഥാനാർത്ഥിയായുള്ള പ്രേമേട്ടനാണ് നമ്മുടെ കൂടെയുള്ളത്. ഇലക്ഷൻ്റെ അവസാന ഘട്ടത്തിൽ എങ്ങനെയാണ് പ്രചരണ പ്രവർത്തനമൊക്കെ ഊർജിതമായിട്ട് നടക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരു മാസക്കാലം ഈ തദ്ദേശ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലേക്കുള്ള പ്രചരണ പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ട് LDFന് സാധിച്ചിട്ടുണ്ട്. വിശേഷിച്ച നഗരാസൂത്രണം എന്നുള്ള നിലയ്ക്കുള്ള ഒരു പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല. ഒരു കല്യാണ മണ്ഡപം നമുക്കില്ല. നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു സംഗതിയും ഈ മുനിസിപ്പാലിറ്റിക്കകത്തില്ല. ടൗൺ ഹാള് പോലുള്ള ഒരു പ്രധാനപ്പെട്ട മേഖലകളൊന്നും നമുക്കില്ല. അതുപോലെ തന്നെ ഗ്രാമീണ റോഡുകൾ, ആ റോഡുകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. അതൊന്ന് എല്ലാം യാത്രായോഗ്യമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയേണ്ടതുണ്ട്. ആ നിലയിലേക്കാണ് നമ്മൾ വോട്ടർമാരെ കണ്ട് ഈ വോട്ട് അഭ്യർത്ഥിക്കുന്നത്. വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇതിൻ്റെ അകത്ത് ഉന്നയിക്കാൻ ഞങ്ങൾ ആരും താല്പര്യപ്പെടുന്നില്ല. വെറും വികസനമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. കേരളം 10 വർഷക്കാലം നേടിയെടുത്തിട്ടുള്ള വികസന പ്രവർത്തനത്തിന്റെ കൂടെ സഞ്ചരിക്കാൻ പയ്യോളിക്ക് കഴിഞ്ഞില്ല എന്ന ആക്ഷേപമാണ് പ്രധാനമായിട്ടും ഞങ്ങൾ ഉന്നയിക്കുന്നത്. അതിൽ നഗരസഭ വരുത്തിയിട്ടുള്ള വീഴ്ച, ആ വീഴ്ച ശരിയാംവണ്ണം ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ള ഒരു കടമയാണ് ഞങ്ങളിപ്പോൾ നടത്തിയിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ LDF ഗവൺമെന്റ് ഈ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ, LDFിന്റെ നേതൃത്വത്തിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഒരു ഭരണസമിതി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ രീതിയിലേക്കുള്ള വികസന പ്രവർത്തനത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് കഴിയും എന്ന ആത്മവിശ്വാസത്തിന്റെ ബലത്തിൽ കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നോക്കിക്കാണുന്നത്. നോക്കൂ, തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. ഒരു കൊല്ലത്തില് അവർക്ക് കിട്ടുന്ന തൊഴിലിന്റെ എണ്ണം 20ഓ 25ഓ മാത്രമാണ്. മറ്റുള്ള പഞ്ചായത്തുകളിൽ 100ഓളം തൊഴിലുകൾ കിട്ടുന്ന അവസരത്തിൽ നമുക്ക് തുച്ഛമായിട്ടുള്ള തൊഴിൽ മാത്രമാണ് ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കിട്ടുന്നുള്ളൂ. അതിനൊരു പരിഹാരം കാണേണ്ടതുണ്ട്. കിഴൂരിലുള്ള സ്റ്റേഡിയം, നമ്മളെ യുവാക്കൾക്ക്, കായിക പ്രേമികൾക്കെല്ലാം ഉപകാരപ്പെടുന്ന സ്റ്റേഡിയം, ആ സ്റ്റേഡിയം അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് മാറ്റേണ്ടതുണ്ട്. ഈ 5 കൊല്ലക്കാലം ഒരു നയാ പൈസ പോലും ആ സ്റ്റേഡിയത്തിന് വേണ്ടി നീക്കിവെക്കാൻ വേണ്ടിയിട്ട് ഈ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല. നോക്കൂ, ഏറ്റവും വലിയ പ്രശ്നം അനുഭവിക്കുന്നതാണ് കുടിവെള്ള പ്രശ്നം. 2 പ്രധാനപ്പെട്ട കുടിവെള്ള പദ്ധതികളാണ് ഇപ്പം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. ഒന്ന് അമൃത് കുടിവെള്ള പദ്ധതിയാണ്, 2 തീരദേശ കുടിവെള്ള പദ്ധതിയാണ്. തീരദേശ കുടിവെള്ള പദ്ധതി തീർത്തും സംസ്ഥാന ഗവൺമെന്റിന്റെ പൈസയാണ്. 42 കോടി രൂപ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഈ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന ഈ പദ്ധതി യഥാസമയത്ത് ആളുകൾക്ക് തൊണ്ട നനയാൻ ശുദ്ധജലം എത്തിക്കാൻ വേണ്ടിയിട്ട് കഴിയാത്ത ഒരു ഭരണമാണ് കഴിഞ്ഞ 5 വർഷം നടത്തിയിട്ടുള്ളത്.